ഹായ് ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയാവും. നമ്മളെല്ലാവരും പുറത്തുനിന്ന് ഫ്യൂച്ചർ മ്യൂസിയം കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറേ പേരൊക്കെയും അതിൻ്റെ അകത്തും കയറിയിട്ടുണ്ടാവും. ബട്ട് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ടൈം കയറുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ താഴെ എത്തി. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ കാര്യങ്ങളെല്ലാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻലി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എന്താണ്, നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ അവിടേക്കൊന്നും നമ്മൾ പോകത്തില്ല. ബട്ട് ഫസ്റ്റ് ഫ്ലോറിൽ എന്താണ് കാണാനുള്ളത്, ലൈക്ക് എല്ലാവർക്കും അതിൻ്റെ അകത്തേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ടോട്ടലി ഫ്രീ ആണ്. സോ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിൻ്റെ ടൈമിങ്സ് ഇതെല്ലാവരും കാണിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യണത്. ഇപ്പോൾ നമ്മളിത് ഈ കാണുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ബാക്ക് സൈഡിലെ എൻട്രൻസ്. ഫ്രണ്ട് സൈഡിലെ എൻട്രൻസ് വേറെ നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ആ ഒരു പാട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ബട്ട് ഇതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യണത് ബാക്ക് സൈഡിൽ കൂടെ. ബാക്ക് സൈഡിൽ കൂടെ എൻ്റർ ചെയ്ത ഗുണം എന്താണെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂവും സൂപ്പർ തന്നെയാണ്. ബട്ട് ബാക്കിൽ നിന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ച് ലോങ് സ്പേസിൽ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഒരു അടിപൊളി പ്ലേസാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്ക് പോയതും ബാക്കിൽ നിന്ന് എൻ്റർ ആവണതും. സോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാം ഒരു ചെറിയൊരു സ്റ്റോള് പോലെ. ആ സ്റ്റോളിൻ്റെ അകത്ത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അവർ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ടീഷർട്ട്, ലോക്കറ്റ്സ്, പെൻ, ബുക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് വാങ്ങാനായിട്ട് ഒരുപാട് റഷ്യൻസ്, ടൂറിസ്റ്റിന് വരുന്ന ഒരുപാട് ആൾക്കാർ. ലൈക്ക് ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു യുണീക്കായിട്ടുള്ളൊരു സംഭവം. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഓരോ പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം വാങ്ങാനായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോരാം. എനിക്ക് തോന്നുന്നു ചെറിയ ലോക്കറ്റ്സ് ഒക്കെ മേ ബി അവിടെ സ്റ്റാർട്ട് ചെയ്യണത് 30 ദിറംസ് മുതൽ സ്റ്റാർട്ട്. ടീഷർട്ട് ആയാലും 75, 80 ദിറംസ്. സംഭവം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് ഫ്യൂച്ചർ മ്യൂസിയത്തിനുള്ളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. സോ നമുക്ക് നഷ്ടം എന്ന് പറയാനൊന്നുമില്ല. 75 ദിറംസ് കുറച്ച് കൂടുതലാണ്. ബട്ട് എന്താ പറയുക, നമ്മൾ ക്യാഷ് സേവ് ചെയ്യണം. ക്യാഷ് വൈബ് ആയിട്ട് നമുക്കിങ്ങനെ ചിലവാക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഈ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നും. ബട്ട് ക്യാഷ് ചിലവാക്കണതിൻ്റെ അല്ല, ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ്. നമ്മൾ ഓരോ പ്ലേസിൽ പോകുമ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ച് എന്തെങ്കിലും അവിടുത്തെ ഒരു മെമ്മറീസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ്. എനിക്കവിടെ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു സ്പേസ് ടൈപ്പിൽ, ജൂപ്പിറ്റർ ടൈപ്പിലുള്ള മൂൺ, അതൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നു. ബട്ട് അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ലൈക്ക് 400-300 ദിറംസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അത് വാങ്ങാൻ നിന്നില്ല. ചെറിയൊരു ഗ്ലോബ് പോലത്തെ പറഞ്ഞാൽ ഞാൻ കണ്ടുവരുന്നു, മൂൺ സംതിങ് എന്തോ, അതെനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. ബട്ട് ബഡ്ജറ്റ് കുറച്ച് ഓവറാണ് അതുകൊണ്ട്. ബട്ട് ഞാൻ അവിടുത്തെ ലോക്കറ്റും അവിടുത്തെ ഒരു സ്റ്റാച്ചുവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ലോക്കറ്റിന് ഞാൻ എത്രയോ 30 ദിറംസും ആ സ്റ്റാച്ചുവിന് 75 ദിറംസ് സംതിങ് ആയുള്ളൂ. ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങി, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം പോണവർക്കായാലും സെക്കൻഡ് ടൈം പോണവർക്കായാലും എത്ര പോയാലും മടുക്കില്ല എന്നുള്ള ഒറ്റൊരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോമിസ് തരാം. കാരണം അതിൻ്റെ ഉള്ളിൽ അത് കാണാൻ പറഞ്ഞവർ, അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞവർ നല്ല കൂടുതലാണ്. കാരണം അവർ വരും കാലങ്ങളിലുള്ള അവരുടെ അപ്ഡേഷൻസ് എങ്ങനെയാകും ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യണ ഒരു മെയിൻ സ്റ്റോളെന്ന് വേണമെങ്കിൽ നമുക്ക് വേണ്ടി, സ്റ്റോളൊന്നും പറയാനില്ല, എന്താ പറയുക, ഒരു സ്പെഷ്യൽ വേ, അതാണ് UAE. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം പോണവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.